മഴക്കാലത്ത് ബോഗൺവില്ല പൂക്കുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ മഴ വന്നാൽ നിങ്ങളുടെ ബോഗൺവില്ല ഡാമേജ് ആയി പോകുന്നുണ്ടോ? എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം പലർക്കും അറിയാത്ത കുറച്ച് മിസ്റ്റേക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ചാനലിലെ ടിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതേപോലെ നിങ്ങൾക്കും നല്ല സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ഗാർഡനിലെ ബോഗൺവില്ലയും എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വേനൽക്കാലത്ത് ഉണ്ടാവുന്ന അത്രം പൂക്കൾ കിട്ടില്ലെങ്കിലും നമുക്ക് മഴക്കാലത്തും ബോഗൺവില്ലയിലെ അത്യാവശ്യം ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഗൺവില്ല ചട്ടികളിലാണ് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ചട്ടിയിൽ തീരെ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പ്ലാന്റ് ഡാമേജ് ആവാനും അതുമാത്രമല്ല പൂക്കൾ കുറയാനൊക്കെ ഭയങ്കര ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ മഴ കൊള്ളാണ്ടിരിക്കാനായിട്ട് പല ആളുകളും ഷെയ്ഡിൽ എടുത്ത് വെക്കുന്നുണ്ട് ചെടികളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഷെയ്ഡിൽ വെക്കണം. ഷെയ്ഡിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വേണം നിങ്ങൾ പ്ലേസ് ചെയ്ത് വെക്കാനായിട്ട്. ഒരുപാട് ഇരുട്ടുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ഇത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുമെന്ന് വരില്ല. കാരണം ഇതിനകത്ത് നമുക്ക് മഴക്കാലത്തും അത്യാവശ്യം പൂക്കൾ കാണുന്നുണ്ടെങ്കിൽ നല്ല വെട്ടം കിട്ടുന്ന വെളിച്ചം നല്ല കിട്ടുന്ന സ്ഥലത്ത് വേണം നിങ്ങൾ വെക്കാനായിട്ട്. ഇപ്പം എന്തെങ്കിലും ഷീറ്റ് കെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും വെളിച്ചം കിട്ടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ ഒരുപാട് മഴയൊക്കെയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെർട്ടിലൈസർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. ഈ ഒരു കാലാവസ്ഥയിൽ ബോഗൺവില്ല നല്ല അടിപൊളിയായിട്ട് പിടിച്ചു വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പ്ലാന്റ് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ സൈസിലേക്ക് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളത് ഹാർഡ് പ്രൂൺ ചെയ്ത് ഷേപ്പാക്കി നിർത്താനായിട്ട് ട്രൈ ചെയ്യരുത്. കാരണം മഴയുള്ള സമയത്ത് നമ്മൾ ഹാർഡ് പ്രൂൺ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഹാർഡ് പ്രൂൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബോഗൺവില്ലയുടെ സീസൺ തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് മാത്രം നിങ്ങൾ ഹാർഡ് പ്രൂൺ ചെയ്താൽ മതി. അത് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ സാധാരണ രീതിയിൽ ഹാർഡ് പ്രൂൺ ചെയ്യുന്നത്. മഴയുള്ള സമയത്ത് നിങ്ങൾ യാതൊരു കാരണവശാലും ഹാർഡ് പ്രൂൺ ചെയ്യരുത്. നിങ്ങൾക്ക് അഥവാ പ്രൂൺ ചെയ്ത് പ്ലാന്റ് ഒന്ന് ഷേപ്പാക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് വെക്കുക. അതും നിങ്ങൾ ആ ഒരു ട്രിം ചെയ്ത കമ്പുകളിലേക്ക് വെള്ളം വീഴുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. പിന്നെ ചില ബോഗൺവില്ല വെറൈറ്റികൾക്ക് മഴ കൊണ്ടാലും പ്രശ്നമില്ലാത്ത വെറൈറ്റികളൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് കരുതിയിട്ട് നിങ്ങൾ അധികം റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. കാരണം കുറേയൊക്കെ പ്ലാന്റ്സിൽ നമ്മളിപ്പോൾ എത്രയൊക്കെ മഴ കൊണ്ടാൽ പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞാലും ചിലതിൽ നിങ്ങളുടെ ഡ്രൈനേജ് ഹോൾ കറക്റ്റ് അല്ല, അല്ലെങ്കിൽ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ഡാമേജ് ആവും. അല്ലതല്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മഴയത്ത് വെച്ചാൽ മതി. അതല്ല, വെള്ളം തീരെ കെട്ടി നിൽക്കരുത്. പിന്നെ അധികം ആരും ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഈ പോട്ടിൽ വെക്കുന്ന ബോഗൺവില്ലയുടെ ഡ്രൈനേജ് ഹോളിൻ്റെ അകത്ത് കൂടിയിട്ട് റൂട്ട് ഇതിൻ്റെ പുറത്തേക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഷെയ്ഡിലേക്കൊക്കെ വെക്കുന്ന സ്ഥലത്ത് ഷെയ്ഡിൻ്റെ അടിയിൽ കൂടി വെള്ളം പോകുന്നോ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ കൂടിയിട്ട് അത് വെള്ളം വലിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയും പ്ലാന്റ് ഡാമേജ് ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷെയ്ഡിലേക്ക് വെക്കുമ്പോൾ എന്തെങ്കിലും കട്ടയുടെ കല്ലിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡിൻ്റെ പുറത്തോ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടിയിൽ കൂടി വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് ഈ ചില ആളുകൾ പോട്ടിൻ്റെ താഴെ ട്രേകൾ വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള ട്രേകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് മാറ്റുക. കാരണം ആ ട്രേയിൻ്റെ അകത്ത് വെള്ളം കെട്ടി നിന്നിട്ട് പ്ലാന്റ് ഡാമേജ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം മിക്ക ആളുകളും ട്രേയിൻ്റെ പുറത്താണ് പോട്ട് വെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ട്രേ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. അതിനകത്ത് വെള്ളം കെട്ടി നിന്നിട്ട് പ്ലാന്റ് ഡാമേജ് ആവും. മഴ സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ബോഗൺവില്ല കെയർ ചെയ്യാന്നുണ്ടെങ്കിൽ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിറയെ ഫ്ലവേഴ്സ് ഒക്കെ ബോഗൺവില്ലയിൽ വരും. ഈ ഒരു സമയത്ത് നിങ്ങൾ റീപോർട്ടിങ്ങോ മണ്ണിളക്കി കൊടുക്കാനൊന്നും ശ്രമിക്കേണ്ട. അത് അത്യാവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.